Hey guys, welcome to the new session. നമുക്ക് പേഴ്സ് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈനാണ്. ഇതെന്തുവാ ട്രെൻഡ് ലൈനോടെ ട്രെൻഡ് ലൈനാണ് ഈ ബ്രേക്ക് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ. ഈ ബ്രേക്ക് ചെയ്യുന്നത് ട്രെൻഡ് ലൈനാണ്. അപ്പോൾ നമ്മൾ ഒരു ബൈ എടുത്തു, ഓൾറെഡി ബ്രേക്ക് ചെയ്തു. നമ്മൾ വേറെ പേഴ്സ് നോക്കിയത് ആക്ച്വലി നോക്കാമെന്ന് വിചാരിച്ച് ഇരിക്കുക. പക്ഷേ ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് തോന്നിയുകൊണ്ട് എടുത്താണ്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമോഷൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇഫ് ഇൻ കേസ് ദിസ് ട്രേഡ് എൻറ്ററിങ് ലോസ്. ഓക്കെ, ഈ ട്രേഡ് ലോസിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ മൈൻഡിൽ ആ ഇമോഷൻ അങ്ങനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളുടെ ഇമോഷനാണ് നമ്മളെ കൊണ്ട് റിവഞ്ച് ട്രേഡിലോട്ടൊക്കെ കൊണ്ടുപോകുന്നത്. അപ്പോൾ ലോസിലോട്ട് പോകുമ്പോൾ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റായ നമുക്ക് ആ ലോസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് നമ്മളുടെ ബ്രെയിൻ്റെ കുഴപ്പമാണ്. ഒരു 30,000 കൊല്ലം പഴക്കമുള്ള ബ്രെയിനാണ് നമ്മുടെ തലയിലിരിക്കുന്നത്. നമ്മൾ ഹോമോസാപ്പിയനാണ്. അപ്പോൾ നമ്മളുടെ ലോസ് സഹിക്കാൻ പറ്റാതെ ഓട്ടോമാറ്റിക് നമ്മളുടെ കുറച്ച് ഹോർമോണൊക്കെ ഇങ്ങനെ റീവർക്ക് ചെയ്ത് നമ്മളെ കൊണ്ട് അടുത്ത ട്രേഡ് എടുപ്പിക്കും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, അത് നല്ലൊരു ട്രേഡായിരുന്നു. സെഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. നമ്മളിതുപോലെയുള്ള ട്രേഡുകൾ എടുക്കാറുണ്ട് പ്രീവിയസിൽ. അതുകൊണ്ടാണ് ഇങ്ങനൊരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റർ ചെയ്തത്. ചെറിയൊരു റെസിസ്റ്റൻസ് ആണ്. ഏറ്റവും ടോപ്പിലോട്ട് പോകാം. ആ ടോപ്പിൽ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെല്ല് ചെയ്യുകയാണെങ്കിൽ അത്ര നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു സപ്പോർട്ടുണ്ട്. സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ താഴേക്ക് വരും. വെയിറ്റ് ചെയ്യാം കേട്ടോ. നമ്മളിപ്പോൾ ഈ സെഷൻ തുടങ്ങിയിട്ടുള്ളൂ. കുറച്ച് വേറെ പേഴ്സും കൂടി ഒന്ന് നോക്കാം. പെട്ടെന്ന് എടുക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇത് ഈ വിക്ക് ഉണ്ടോ? ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നതാണ്. മാർക്ക് ചെയ്തേക്കാം. ഒരു സപ്പോർട്ട് ലൈൻ വരത്തോടെ ഓപ്പർച്യൂണിറ്റി ഏകദേശം ഉള്ളത് ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ സ്റ്റാർ മാർക്ക് ചെയ്തോളും. ഇതിൽ ഓപ്പർച്യൂണിറ്റി ഇല്ല. അപ്പോൾ സ്റ്റാർ ഇട്ട് മാത്രം നോക്കാം. ഓക്കെ, ഇവിടെ ബൈ ചെയ്യാറുന്നാണെങ്കിൽ എന്ത് വേണം? ബൈ ചെയ്യണോ? ബൈ ചെയ്യണമെന്ന് ഒരു ഡബിൾ മൈൻഡ്, അതുകൊണ്ട് എടുക്കാനത്. ചെറിയ സപ്പോർട്ടാണ്. ഇവിടെ നിന്ന് ഞാൻ മേളിലേക്ക് പോകേണ്ടതാണ്. ജസ്റ്റ് മിസ്. ഇറ്റ്സ് ഓക്കെ മാൻ. ഇവിടെ റെസിസ്റ്റൻസ്. ഓക്കെ, നമ്മൾ ബൈ ചെയ്തു. ഇത് ഇത് ലോസ് ആണെങ്കിൽ ലോസ് ആയിക്കോട്ടെ. ഞാൻ എടുക്കാൻ കാരണം ഈ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി മേളിലോട്ട് വരും. ഓക്കെ, അങ്ങനെ ഒരു ചാൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എടുത്തത്. ഓൾറെഡി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തൊക്കെയാണല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു ചാൻസ് എടുക്കാൻ തോന്നി. നല്ല സെല്ലിങ് ഉണ്ട് കേട്ടോ. ഭയങ്കര സെല്ലിങ് ഉണ്ട്. റിസ്കി. ഇരുപത്തിയൊന്ന് സെക്കൻഡ് കൂടി ഉണ്ട് എനിക്ക്. പക്ഷേ ഒരു ട്രേഡ് കൂടി എടുക്കാൻ തോന്നുന്നുണ്ട് ഇവിടെ. പക്ഷെ അത് ഭയങ്കര റിസ്ക് ആണല്ലോ.
നമ്മളുടെ സെഷൻ തുടങ്ങിയിട്ടൊരു 5 മിനിറ്റായി. ഓക്കെ, പ്രോഫിറ്റായി. ഓക്കെ, ഇത് കണ്ടോ, നമ്മൾ അനലൈസ് ചെയ്ത പോലെ തന്നെ ആ വിക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നു.